Hey, what's up guys? Welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിച്ചാണെങ്കിലും ക്യാമറ ഉപയോഗിച്ചാണെങ്കിലും ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഇമേജ് എടുക്കാൻ പറ്റും. സിമ്പിളായിട്ടൊരു ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. സിമ്പിളായിട്ടൊരു ഫോട്ടോ എടുക്കുമ്പോൾ വലിയ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ വിത്തൗട്ട് എനി ഫർദർ ado, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നമ്മൾ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ, പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ്, ഫോട്ടോഷോപ്പ്, പിന്നെ നമ്മൾ ഇതുപോലെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ട്യൂട്ടോറിയൽസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സബ്ജക്റ്റ് താല്പര്യമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ ഫസ്റ്റ് നമ്മൾ കാര്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ, ഒരു ഫ്ലവറോ എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, ആ ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവിടെ കൊണ്ട് വെച്ചിട്ട് അവിടുത്തെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ കറക്റ്റ് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളത് ലോക്ക് ചെയ്ത് വെക്കുക, എക്സ്പോഷർ ലോക്ക് ചെയ്യുക. അതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് കറക്റ്റായിട്ട് വെക്കുക. കറക്റ്റ് നമ്മൾ ഫോക്കസ് നമ്മുടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ട് ഫോക്കസ് കറക്റ്റ് ഷാർപ്പ് ഫോക്കസ് വെച്ചിട്ട് ഫോക്കസ് ലോക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എക്സ്പോഷർ ലോക്ക് ചെയ്ത് ഫോക്കസും ലോക്ക് ചെയ്തു. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂൾ ഓഫ് സ്പേസ്. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ്, സപ്പോസ് നമ്മുടെ ഒബ്ജക്റ്റ് എന്തെങ്കിലും ഡയറക്ഷനിലോട്ട് നോക്കി നിൽക്കുക, ഒരു മനുഷ്യൻ, നമ്മുടെ ഒരു കൂട്ടുകാരൻ വല്ല ആണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിലോട്ട് നോക്കി നിൽക്കുക, അല്ലെങ്കിൽ എന്തൊരു സ്ഥലത്തേക്ക് നോക്കി നിൽക്കുക. അപ്പോൾ ആ നോക്കുന്ന ആ വശത്തേക്ക് കുറച്ച് സ്പേസ് വിടുന്നതിനാണ് അത് റൂൾ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ റൂൾ ഓഫ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് കുറച്ച്, ആ നോക്കി നിൽക്കുന്ന ആ ഭാഗത്ത് കുറച്ച് സ്പേസ് ഇടുക, അങ്ങോട്ട് കുറച്ച് സ്ഥലം കൊടുക്കുക, നമ്മുടെ ആ വ്യൂവറിനെ അങ്ങോട്ട് പോയിൻ്റ് ചെയ്യുക. ആ ഒരു സംഭവത്തിനാണ് റൂൾ ഓഫ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒബ്ജക്റ്റ് എന്തെങ്കിലും കാര്യത്തിലോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ റൂൾ ഓഫ് സ്പേസ് യൂസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ റൂൾ ഓഫ് തേർഡ്സ്. എല്ലാവർക്കും അറിയാം, നമ്മൾ റൂൾ ഓഫ് തേർഡ്സ് ഓണായി കഴിയുമ്പോഴത്തേനും രണ്ട് വെർട്ടിക്കലായിട്ടും രണ്ട് ഹൊറിസോണലായിട്ടും രണ്ട് ലൈൻ വരും. ഈ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നമ്മുടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്താൽ നല്ല രീതിയിലുള്ള ഒരു ഇമേജ് കിട്ടും. അങ്ങനെ ഒരു റൂളിനെയാണ് നമ്മൾ റൂൾ ഓഫ് തേർഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ റൂൾ ഓഫ് തേർഡ്സ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. ആ രണ്ട് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിങ്ങളുടെ ഇമേജിനെ, നമ്മുടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോണിൻ്റെ അകത്താണെങ്കിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ഫോണിൻ്റെ അകത്താണെങ്കിൽ ഞാൻ മൊബൈൽ എഡിറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. നമ്മൾ കുറേ ട്യൂട്ടോറിയൽ ചെയ്യുന്നുണ്ട്, ഞാൻ ഇതിൻ്റെ അകത്ത് എഡിറ്റിങ്ങിനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുക. ലൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് സ്നാപ്സീഡ് ഉണ്ട്. ഇതേപോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി, നിങ്ങളുടെ ഇഷ്ടമുള്ള കളറും ഉള്ള രീതി നിങ്ങൾ എഡിറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ടൊരു ഒരു സിമ്പിളായിട്ടൊരു ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. സോ പുതിയൊരു വീഡിയോ കാണുന്നതുകൊണ്ട് വരെ എല്ലാവർക്കും ബൈ.